ഹായ്. സ്കില്ലും ടാലന്റും ഒന്നാണോ? അല്ല, രണ്ടും വ്യത്യസ്തമാണ്. സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ആർജിച്ചെടുക്കുന്നത്, ടാലന്റ് നമുക്ക് ജന്മസിദ്ധമായി കിട്ടുന്ന കഴിവ്. സ്വയം ആർജിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കതിന് കഴിയില്ല, എനിക്കിതിന് കഴിയില്ല എന്നൊക്കെ. അപ്പൊ നമുക്ക് റോൾ മോഡലായിട്ട് എടുക്കേണ്ട ഒരാള് കാളിദാസനാണ്. കാളിദാസനെ കുറിച്ച് ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? സുന്ദരനായിരുന്നു, പക്ഷെ ഒട്ടും തന്നെ ബുദ്ധിയില്ലാത്ത ഒരാളായിരുന്നു. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന കണ്ടപ്പോഴാണ് അഹങ്കാരിയായ ഒരു രാജകുമാരിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതും വിവാഹം കഴിക്കുന്നതും എല്ലാം. പക്ഷെ തന്റെ ഭർത്താവ് ഒരു ബുദ്ധിയില്ലാത്ത ആളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ രാജകുമാരി കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുകയും പോയി അറിവ് നേടി വരാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പോയിട്ട് അമ്പലത്തിൽ ഒളിച്ചിരുന്നതും ദേവിയുടെ അറിവ് വേണമെന്ന് പറഞ്ഞതൊക്കെ നമുക്കറിയാം. പക്ഷെ അറിവ് വേണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ അറിവ് കിട്ടുമോ? ഇല്ല. പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനമാണ്. ഇപ്പോ നിനക്ക് ഞാൻ അറിവ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിവുണ്ട്, എനിക്ക് കഴിയും എന്നൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് അവിടെ രൂപപ്പെട്ടു വരുന്നത്. ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് പിന്നീട് ഉണ്ടാവുന്ന പഠനവും പരിശ്രമങ്ങളും എല്ലാം ഉണ്ടാവുന്നത്. അങ്ങനെ അദ്ദേഹം ഒരുപാട് പ്രശസ്തമായിട്ടുള്ള കാവ്യശകലങ്ങൾ എഴുതുകയും ചെയ്തു. ഇത് തന്നെയാണ് നമ്മുടെ വീട്ടിലും വേണ്ടത്. നമ്മളെ മക്കളോട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിനക്ക് ബുദ്ധിയില്ല, നിനക്ക് കഴിയില്ല എന്ന് പറയുന്നതിന് പകരം നിനക്ക് കഴിയും, നിനക്ക് അറിവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ആഗ്രഹത്തെ അവർക്കത് പൊന്തിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ വാഴ എന്നുള്ള സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, നിനക്കതിന് കഴിയില്ലടാ, നിനക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത് അമ്മ നമ്മൾ തന്നെയാണ്. അപ്പോ അതുപോലെ തോമസ് ആൽവ എഡിസൺ, അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ കുട്ടീനെ ഇനി സ്കൂളിൽ വിടണ്ട എന്ന് പറഞ്ഞ് ടീച്ചർ ലെറ്റർ കൊടുത്തയച്ചപ്പോ മോനോട് ആ അമ്മ പറഞ്ഞ എന്തായിരുന്നു, എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ലോകം അറിയുന്ന ഒരു ശാസ്ത്രജ്ഞനായി. ഇതുപോലെ നമ്മുടെ മക്കളും എന്തെങ്കിലുമൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് കഴിവില്ല, നീ ബുദ്ധിയില്ല, പൊട്ടനാണ്, എനക്ക് പറ്റൂല എന്നുള്ള വാക്കുകൾക്ക് പകരം നീ നല്ല കഴിവുള്ളവനാണ്, നിനക്ക് ബുദ്ധിയുണ്ട്, നിനക്ക് പറ്റും എന്നൊരു കോൺഫിഡൻസ് നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കുക.